ഇന്ന് പുലർച്ചെ 3:23 കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ബോംബ് ഭീഷണി ഉണ്ട് എന്ന തരത്തിൽ ഒരു ഇമെയിൽ സന്ദേശം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾക്ക് വന്നത്. പ്രിൻസിപ്പൽ അത് മെയിൽ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ മെഡിക്കൽ കോളേജ് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ എത്തി വിശദമായ പരിശോധനയും മെഡിക്കൽ കോളേജിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. 3 RDX IED ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഇമെയിൽ സന്ദേശത്തിലുള്ളത്. ഉച്ചയ്ക്ക് 1:35 ആളുകളെ ഒഴിപ്പിക്കണം എന്ന തരത്തിലും മെയിലിൽ പറയുന്നു. മുഹമ്മദ് വിക്രം രാജ് ഗുരു എന്ന ഐഡിയിൽ നിന്നാണ് ഈ തരത്തിലൊരു സന്ദേശം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 1979 നയനാർ ദാസ് നിർദ്ദേശങ്ങൾ പോലീസ് യൂണിയൻ നടപ്പാക്കണമെന്ന ആവശ്യവും ഈ മെയിലിൽ പറയുന്നുണ്ട്. അതായത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു മെയിൽ ID ആണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം. അതായത് ഈ നയനാർ ദാസ് എന്ന് പറയുന്നത് അന്നത്തെ ഈ പോലീസിന് വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു നയനാർ ദാസ്. അദ്ദേഹം ഈ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായിട്ടാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആ തരത്തിൽ ഒരു മെയിൽ ID ആണ് ഇങ്ങനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾക്ക് വന്നിരിക്കുന്നത് എന്നതാണ് കാര്യം. പക്ഷേ ആളുകൾക്ക് അങ്ങനെ പരിഭ്രാന്തരാകേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ എത്തി വിശദമായ പരിശോധന OPയുടെ ഭാഗത്തും അതുപോലെ തന്നെ കാഷ്വാലിറ്റി ഭാഗത്തും പ്രിൻസിപ്പൽ മുറിയുടെ ഭാഗത്തുമൊക്കെ വിശദമായ പരിശോധന തന്നെ ഇത് ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ സംശയാസ്പദമായ തരത്തിൽ പോലുമില്ല. ഒരു പക്ഷേ ഇതൊരു വ്യാജ സന്ദേശമാവാനും സാധ്യതയുണ്ട്. നേരത്തെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ സമാനമായി ഒരു വ്യാജ സന്ദേശം കഴിഞ്ഞ ഒരു മാസം മുൻപ് വന്നിരുന്നു. അന്നും ഡോഗ് സ്ക്വാഡൊക്കെ പരിശോധന നടത്തി അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തിയതാണ്. വ്യാജ സന്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാര്യം. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന സന്ദേശം വളരെ ഗൗരവമായി കണ്ട് തന്നെ വിശദമായ പരിശോധന പോലീസ് നടത്തിയിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോലീസും ഉറപ്പിക്കുകയാണ്.